എല്ലാവർക്കും ഇൻസൈറ്റ്ഫുൾ ഡുവോ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ഫൈൻഡ് ക്രിട്ടിക്കൽ പാത്ത്, അതായത് ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനാണ് പോകുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ. ഇനി ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് പ്രെഡിസിസർ, എന്താണ് സക്സസർ. പ്രെഡിസിസർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിക്ക് മുന്നുള്ള ആക്ടിവിറ്റീനെ പറയുന്നതാണ് പ്രെഡിസിസർ ആക്ടിവിറ്റി. ഇനി സക്സസർ ആക്ടിവിറ്റി ഉണ്ട്. സക്സസർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് വരുന്ന ആക്ടിവിറ്റിയാണ് സക്സസർ ആക്ടിവിറ്റി. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രെഡിസിസർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ ഇൻ വീക്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് പ്രെഡിസിസർ ഇല്ല. അപ്പോൾ പ്രെഡിസിസർ ഇല്ലെങ്കിൽ അതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ എ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് എടുത്തു. ഇനി എ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് നോക്കാം. അടുത്ത ആക്ടിവിറ്റി ബിക്കും സിക്കും ഇതാണ് പ്രെഡിസിസർ ആയാണ്. അപ്പോൾ എ കഴിഞ്ഞിട്ടാണ് ബിയും സിയും വരുന്നത്. അപ്പോൾ എ കഴിഞ്ഞിട്ട് ബി, അതുപോലെ തന്നെ സി. ഇനി നോക്കാം, ഡിയുടെ പ്രെഡിസിസറാണ് ബി, അതായത് ബി കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്. ബി കഴിഞ്ഞാൽ ഡി വന്നു. അതുപോലെ തന്നെ ഇയുടെ പ്രെഡിസിസറാണ് സി, അതായത് സി കഴിഞ്ഞിട്ടാണ് ഇ വരുന്നത്, അതും മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ എഫിൻ്റെ പ്രെഡിസിസർ ഡിയും ഇ ആണ്. അപ്പോൾ ഈ ഡിയും ഇയും കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത്. ഇതാണ് നമ്മുടെ പാത്ത് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്താമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻസ് ഒക്കെ എഴുതാം. എയുടെ ഡ്യൂറേഷൻ 3, ബിയുടെ ഡ്യൂറേഷൻ 5, ദെൻ ഡിയുടെ ഡ്യൂറേഷൻ 10, ഓക്കെ, സിയുടെ ഡ്യൂറേഷൻ 7, ഇയുടെ ഡ്യൂറേഷൻ 5, അതുപോലെ തന്നെ എഫിൻ്റെ ഡ്യൂറേഷൻ 4. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ 2 പാത്തുണ്ട്. അതായത് നമ്മൾ ഈ ഏരോ മാർക്ക് തന്നെ കാണിക്കുന്നുണ്ടോ, എ കഴിഞ്ഞാൽ ബി വരുന്നുണ്ട്. ഓക്കെ, എല്ലാം എഫിലേക്ക്. ദെൻ നമുക്കിവിടെ 2 പാത്ത് വരുന്നുണ്ട്, എ ബി ഡി എഫും എ സി ഇ എഫും. ഓക്കെ, ഇതിൽ നമ്മുടെ ഈ ഓരോ പാത്തിൻ്റെയും ഡ്യൂറേഷൻ കൂട്ടിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ ബി ഡി എഫ് എടുത്തു, അതുപോലെ തന്നെ എ സി ഇ എഫും എടുത്തു. അതിൽ ഡ്യൂറേഷൻ കൂട്ടുക, അതായത് 3 + 5 + 10 + 4 നമുക്ക് കിട്ടുക 22 ആണ്, 22 വീക്സ്. ഓക്കെ, അതുപോലെ തന്നെ 3 + 7 + 5 + 4 അതായത് 19 വീക്ക്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ വരുന്നത് ഏത് പാത്തിനാണോ അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ നമുക്ക് എ ബി ഡി എഫ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് കിട്ടി. ദാറ്റ് ഈസ് നമുക്കിവിടെ ക്രിട്ടിക്കൽ പാത്ത് കാണിക്കാനായിട്ട് അടിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.